ശ്രീ ആർ വി ബാബു, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ പുറത്തു വരുന്നത്. ഇന്ന് ഈ നാഗേഷ് എന്നയാൾ ആര് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം തന്നെ ശബരിമലയിലെ പരിശോധനകൾ, അതിലൊക്കെ എന്തൊക്കെയാണ് ഇനി നഷ്ടപ്പെട്ടു പോയത്, ആരൊക്കെ എന്തൊക്കെ അടിച്ചുകൊണ്ടുപോയി എന്നൊന്നും അറിയില്ല. അതൊക്കെ ഇനി തെളിഞ്ഞു വരാനിരിക്കുന്നേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ നിലപാട്? ഈ ഒരു 6 ആഴ്ചയ്ക്കുള്ളിൽ, അടുത്ത മണ്ഡലകാലത്തിന് മുൻപ് തന്നെ ഒരു യഥാർത്ഥ ചിത്രം തെളിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മള് SIT അത്തരത്തിലുള്ളൊരു അന്വേഷണം ത്വരിതഗതിയിൽ നടത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നതല്ലോ. ഇന്നലെ തന്നെ അവര് സന്നിധാനത്തെത്തിയും അത്തരത്തിലുള്ള അന്വേഷണത്തിന് വേഗം കൂട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 6 ആഴ്ച കൊണ്ട് ഇത് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളത്, ഈ കേസ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ആരോടൊക്കെ പൈസ ചോദിച്ചിട്ടുണ്ട്, ഈ വിശ്വാസത്തെ ഇങ്ങനെ കച്ചവട ചരക്കാക്കിക്കൊണ്ട് ഏതെല്ലാം കാര്യങ്ങളിൽ ഈ തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ബിസിനസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 18,000 നെയ്ത്തേങ്ങ കൊണ്ടുവന്ന് നേരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അതിനൊക്കെ കാശ് വാങ്ങിയിട്ടായിരിക്കുമല്ലോ. ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചത് ആരൊക്കെയാണ്? ഒരുപക്ഷെ 6 ആഴ്ച കൊണ്ട് കണ്ടെത്താൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞൊരു പേരും കൂടെ, അത് ഒരു ഗോവർദ്ധൻ ഉണ്ടല്ലോ, ആ ഗോവർദ്ധൻ ആരാണ്? അത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അത് നമുക്ക് അറിഞ്ഞുകൂടില്ലോ. അല്ല, ഗോവർദ്ധൻ അദ്ദേഹം പണം നൽകിയതാണ്. അദ്ദേഹം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് പണം നൽകിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തിരുന്നു. എനിക്ക് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അപ്പൊ ഗോവർദ്ധനെയാണ് നമ്മൾ ടെലിഫോണിൽ അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം ഒരു അയ്യപ്പ വിശ്വാസിയാണ്. 2000 മുതൽ, എനിക്ക് അങ്ങനെയാണ് ഓർമ്മ, ഇന്നലെ കൊടുത്താണ്. 2000 മുതൽ അദ്ദേഹം ശബരിമലയിൽ എല്ലാ വർഷവും വരുന്നുണ്ട്. ഇതിനിടയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അനുസരിച്ചൊക്കെ അദ്ദേഹം വളരെ അയ്യപ്പനെ സമർപ്പിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് മനസ്സർപ്പിച്ചു കൊടുത്തതാണ്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ തട്ടിച്ചുകൊണ്ട് പോകണമെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അല്ല, ഇതുപോലുള്ള വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് പ്രശ്നം. ഇപ്പൊ ഗോവർദ്ധൻ ഒരു വിശ്വാസിയാണ്, ജെന്യുവൻ വിശ്വാസിയാണെന്നിപ്പോ നിങ്ങൾ പറയുമ്പോൾ അത് ഓക്കെ, നമുക്കത് നല്ല കാര്യം. പക്ഷെ ഇതുപോലുള്ള പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്യുക, എളുപ്പത്തിൽ ശബരിമലയുടെ വിശ്വാസത്തെ വിറ്റ് കാശാക്കാൻ കഴിയുന്നു, അതിന് ഭരണസമിതിയിലെ അംഗങ്ങൾ കൂട്ടുനിന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അത് കണ്ടെത്താൻ എത്രയും പെട്ടെന്ന് കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട്. ഏതായാലും സ്പെഷ്യൽ വിജിലൻസ് ഓഫീസർ വളരെ ശക്തമായിട്ടുള്ള ചില റിപ്പോർട്ട് സമർപ്പിക്കുകയും ഈ പറയുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കം അതിനകത്ത് പ്രതികളാണ് എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തൊരു സാഹചര്യം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യമാണ്. അതോടൊപ്പം ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന, ഇതെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. SITക്ക് അത് കഴിയും എന്ന് വിചാരിക്കാം. ശരി, വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരണം അറിയിച്ചതിന്.